ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ഇതൊരു പോളിസ്റ്റർ സാരി ഒരു പീസും പിന്നെ കുറച്ച് ബീഡ്സും കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് അത്. ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിതൊരു ചുരിദാറിൻ്റെ ഒരു കട്ടിങ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പീച്ച് കളർ തുണിയുടെ ഒരു കട്ടിങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സാരി ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഈ ഒരു കളർ സാരി എടുത്തിട്ടുണ്ട്. സാരിയുടെ ഒരു പീസാണ് കേട്ടോ അത്. നമുക്ക് ഈ ഒരു കളറിനോട് ഏകദേശം മാച്ചിങ് വരുന്നൊരു വർക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പീസുകൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് നമുക്കിതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനുള്ളിലാട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ സാരിയിൽ ഇങ്ങനെ ഒരു പീസ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഈ ബോക്സിൽ കൊള്ളുന്ന അത്രയും ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പീസിന് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നിലയ്ക്ക് നമ്മളങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ലീഫൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് സൂചി വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് ഈ തുണിനൊന്നുകൂടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളകി പോരാതിരിക്കാനായിട്ട് ഈ സ്ഥാനമൊക്കെ ഒന്ന് മാറാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ നൂലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഈ ഒരു സൂചി എടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കൊടുക്കാം കേട്ടോ. ഇതിനെ നമ്മൾ സൂചി കൊണ്ടൊക്കെ ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു തുണീനെ. ഇനി നമ്മളിതിൽ ഫ്രഞ്ച് നോട്ടായിട്ട് കൊടുക്കുന്നത് ഈ ഓരോ പൂക്കളുടെ ഈ ഉള്ളിലായിട്ട് അങ്ങനെ ഓരോ ഉള്ളിലും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ പോകണം. നമ്മൾ ഈ ഒരു പൂവിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ടോ നമ്മളിങ്ങനെ കൊടുക്കാൻ പോകണം. ഇവിടെ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം കേട്ടോ. അതിൽ തന്നെ നൂല് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 പ്രാവശ്യം സൂചിനൊന്ന് ചുറ്റുക കേട്ടോ ഈ നൂലുകൊണ്ട്. എന്നിട്ട് ഇവിടെ തന്നെ ഇറക്കി കൊടുക്കുക. അങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഒന്ന് ചുറ്റി കൊടുക്കണം, 2 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. അവിടെ തന്നെ സൂചി ഇറക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പച്ചര ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പച്ചര ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറഞ്ചും വെള്ളയും ഈ ഒരു കളറിൻ്റെ ഉള്ളിൽ ഈ ഒരു പീച്ച് കളറിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പ്രിൻ്റാണ് കേട്ടോ, സാരിയുടെ പോളിസ്റ്റർ സാരീൻ്റെ പ്രിൻ്റാണ് കേട്ടോ അത്. നമ്മൾ ഈ ഒരു ഫ്ലവർ പോലെ കൊടുത്തതിൻ്റെ ഉള്ളിലാട്ടോ ഈ കൊടുക്കുന്നത്. ഈ വൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഓറഞ്ച് കളറാട്ടോ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു വൈറ്റിൻ്റെ ഉള്ളിൽ ഈ ഓറഞ്ച് വരുമ്പോൾ നല്ലൊരു ഭംഗി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു വൈറ്റ് ഈ ഒറ്റ പൂവേ നമുക്ക് ഇതിൽ ഉള്ളിൽ കിട്ടിയുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഉള്ളിൽ ഈ ഫ്രഞ്ച് നോട്ട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വർക്ക് നമുക്ക് ഇതിനെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീഡ്സിൻ്റെ വർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ലൈറ്റ് കളർ തന്നെയാണ് എടുത്തേക്കുന്നത്.
നമ്മൾ ഇനി ഇതിൽ ഇങ്ങനെ ഒരു ലീഫുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിങ് വെച്ച് കൊടുത്തൊക്കെ നമ്മളിങ്ങനെ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് ഇവിടെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ നമ്മളിവിടെ തുന്നിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ബീഡ്സ് വർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ഈ തുമ്പത്ത് കൂടെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല ഉറപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും കാണാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ വർക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ബീഡ്സ് വർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അടിച്ച് കൊടുക്കൊന്നും വേണ്ട, പശ വെച്ചൊന്നും ഒട്ടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പശ ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുക്കുമ്പോൾ ഇതൊക്കെ നല്ല ഉറപ്പിൽ തന്നെ ഇരുന്നോളും, വിട്ട് പോവില്ല, ഈ ഒരു കട്ടിങ് ഒന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് കൊടുക്കാം. ഈ ലീഫിൽ നമ്മൾ ഇത്രയും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു കളർ ബീഡ്സ് കൊണ്ട് നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നൂല് കെട്ടിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഏറ്റവും അടിയിൽ തന്നെ കൊണ്ട് നമ്മൾ സൂചി ഒന്ന് കയറ്റി കൊടുക്കുക. നാല് കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെരിച്ച് കുത്തി കൊടുക്കാം കേട്ടോ. അടുത്ത് ഒന്ന് മുകളിലായിട്ട് ഒരു ബീഡ് മുകളിലായിട്ട് നമ്മളൊന്ന് സൂചി കയറ്റി കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറ്റിയിട്ട് 4 തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാലെണ്ണം തന്നെ ഇട്ട് കൊടുക്കാം. അവസാനത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കണം. 4 തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 4 കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അവസാനത്തെ ഈ തുമ്പത്ത് കൊണ്ട് സൂചി കുത്തി കൊടുക്കാം കേട്ടോ. ഈ ഇങ്ങനെയുള്ളൊരു ലീഫ് ചെയ്തപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ സൂചി കുത്തി കൊടുത്തത്. ഈ ലീഫ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കേട്ടോ. അങ്ങനെയാണ് ഓരോ ലീഫുകളും പോകുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡ്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ലെഫ്റ്റിലേക്ക് പോയി, ഇനിയിപ്പോൾ റൈറ്റ് ഭാഗത്തേക്ക് പോകാം കേട്ടോ. 4 തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനത്തെ ഈ അറ്റത്ത് നമ്മൾ കൊണ്ടുപോയി കുത്തി കൊടുക്കുക. ഈ തുമ്പത്ത് തന്നെ ആയിട്ട് കൊണ്ട് കുത്തി കൊടുക്കുക. നടുവിൽ ചെയ്യുമ്പോൾ ഈ ഒരു വരയമ്മ തന്നെ നമ്മൾ ഈ ഏറ്റവും അടിയിൽ തന്നെ സൂചി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 തന്നെ ഇട്ട് കൊടുക്കണം. അവസാനത്തെ ഒന്നും കൂടി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത്രയും വരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് തന്നെ നമ്മൾ ഇത്രയും വർക്ക് നമ്മൾ ലീഫിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ലൈനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു ലീഫിൻ്റെ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഇവിടെ കുറച്ച് ബീഡ്സിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മളൊരു വരകൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുറ്റും റൗണ്ടിൽ നമ്മൾ ഈ റൗണ്ട് നെക്കിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഒരു വർക്കാട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. ബീഡ്സിൻ്റെ ഈ ഒരു വർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ കട്ട് ബീഡ് എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. ഓരോ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഈ ഒരു കട്ട് ബീഡ് ഇറക്കി കൊടുക്കണം കേട്ടോ. ഒരു 3 കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു ഗോൾഡിൻ്റെ ഒരു ബീഡായിട്ട് ഇട്ട് കൊടുക്കണം.
അവസാനം ഒരു കട്ട് ബീഡ് ഇട്ടിട്ട് അവിടെ അവസാനിപ്പിക്കുക കേട്ടോ. ഇങ്ങനെയായിട്ട് നമ്മുടെ വർക്ക് പോകണം. പിന്നെ അടുത്തതായിട്ട് 3 ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡ് ബീഡും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യത്തെ ഒരു 2 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ പിന്നത്തെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യണുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചുറ്റും കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ ബീഡ്സിൻ്റെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഡ്സ് വർക്കും കഴിഞ്ഞുണ്ട് നമ്മുടെ. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് പോലെ നമ്മൾ ചെയ്തേക്കണതിൻ്റെ ഇങ്ങനെ ഒരു ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഒന്നും ചെയ്തിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലേസ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.